2018 ആരംഭിച്ച പുതിയ പരിഷ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 414 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് തന്നെ കൈമാറുന്ന പുതിയ നടപടി ഓഗസ്റ്റ് 15 നിലവിൽ വരികയാണ്. പക്ഷേ സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 64 നഗര കേന്ദ്രീകൃതവും അതോടൊപ്പം കുറ്റകൃത്യങ്ങൾ കൂടിയതുമായ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല CIമാർക്ക് തന്നെ തുടരും എന്നതാണ് നിലവിലെ സാഹചര്യം. അങ്ങനെ വരുമ്പോൾ നിലവിൽ CIയുടെ ചുമതലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് എനിക്ക് പിന്നിൽ കാണുന്ന വലിയതുറ പോലീസ് സ്റ്റേഷൻ. ഈ സ്റ്റേഷന്റെ പ്രത്യേകത ഡൊമസ്റ്റിക് എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള 2 പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, അതോടൊപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾ സാധാരണയായി കേരളത്തിൽ വന്നു പോകുമ്പോൾ തലസ്ഥാനത്ത് വിമാനമിറങ്ങുമ്പോൾ ആ വിമാനമിറങ്ങുന്ന സ്ഥലത്തിന്റെ സ്റ്റേഷൻ പരിധിയുടെ ചുമതലയുള്ളത് ഈ വലിയതുറ പോലീസ് സ്റ്റേഷൻ CIക്കായിരിക്കും. അങ്ങനെയുള്ള ഈ സ്റ്റേഷൻ നിലവിലെ പരിഷ്കാരം അനുസരിച്ച് CIയുടെ ചുമതലയിൽ നിന്ന് മാറി SI സ്റ്റേഷൻ ഹൌസ് ഓഫീസറായി വരാൻ പോകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും കൌതുകമുണർത്തുന്ന കാര്യം എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്തും ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന ടെക്നോ പാർക്ക് സൈബർ സിറ്റി പരിസരത്തും ഒക്കെ CIമാർ തന്നെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി പ്രവർത്തിക്കുക. പക്ഷേ ഇത്രയും തന്ത്രപ്രധാനമായ 2 വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയതുറയിൽ നിലവിൽ CI ആയിരുന്നു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ. ആ ചുമതല അദ്ദേഹത്തിൽ നിന്ന് മാറ്റി SIക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പരിഷ്കാരങ്ങൾ എത്തി നിൽക്കുന്നത്. നിലവിൽ പൂന്തുറ CIയുടെ കീഴിലായിരിക്കും ഈ വലിയതുറ സ്റ്റേഷൻ വരിക. പൂന്തുറ എന്ന് പറയുന്നത് എത്രമാത്രം സെൻസിറ്റീവായ ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സ്ഥലത്തെ CIക്ക് പ്രധാനപ്പെട്ട 3 സ്റ്റേഷനുകളുടെ ചുമതല കൈമാറുമ്പോൾ അതിലൊന്നായി മാത്രം വലിയതുറ ചുരുങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു. അതിനുശേഷമാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് 15 മുതൽ ഈ പുതിയ പരിഷ്കാരം നടപ്പിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഈ പുതിയ പരിഷ്കാരം നടപ്പിൽ വരാൻ പോകുമ്പോൾ വളരെ വിചിത്രമായൊരു നടപടി ഈ 2 വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം എപ്പോൾ വിമാനത്താവളത്തിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്താലും അതിന് കൃത്യമായി സാന്നിധ്യം ഉണ്ടാകേണ്ടത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വലിയതുറ സ്റ്റേഷന്റെ ചുമതലയുള്ള CIക്കാണ്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനെയാണ് SHO ആയി പുതിയ SI വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം അശാസ്ത്രീയമായിട്ടാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് എന്ന വിമർശനം ഒരു വശത്തെ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് വരുന്ന ഓഗസ്റ്റ് 15 മുതൽ പഴയ കാലത്തിലേക്ക് 2018 മുമ്പുള്ള ശൈലി എങ്ങനെയായിരുന്നു സമാനമായ ശൈലിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ നിലവിൽ SHOമാർ CIമാരാകുന്ന 64 സ്റ്റേഷൻ പട്ടികയിലേക്ക് ഈ വലിയതുറ പോലീസ് സ്റ്റേഷനെ കൂടി ഉൾപ്പെടുത്തണം. കാരണം ഇതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് SHOമാരുടെ പട്ടികയിലേക്ക് വലിയതുറ സ്റ്റേഷനെ കൂടി ഉയർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.